ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ്. അപ്പോൾ സമയം രാവിലെ 5:30 കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. രാത്രിയൊന്നുമല്ല, പുലർച്ചെ 5:30 മണിക്കാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിന്നൊരു യാത്ര പോവാണെന്ന് ഗെയ്സ്. അങ്ങനെ നമ്മളിന്ന് എല്ലാവരും കൂടി ചേർന്നിട്ട് യാത്ര പോകണം. അപ്പോൾ പോകുന്നത് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഉമ്മായും അളിയനും, രണ്ടുമ്മമാരും അളിയനും സിനുവും ആ കാറിലുണ്ട്. പിന്നെ ഞാൻ, റമിയും, ഉപ്പായും ചക്കരയും വണ്ടിയിലുണ്ട്. അപ്പോൾ അതിൽ 3 പേരിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളമ്മ കൂടി അതിനകത്ത് കയറിയിട്ടുണ്ട്. ഞങ്ങൾ നാലാൾ ഇതിലാണ് പോകുന്നത്. അപ്പോൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. അപ്പോൾ ഏതായാലും നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ യാത്ര തിരിക്കാം. ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നേരത്തെ ഇവിടെ എത്താമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് വാപ്പ റമിയതാ മുന്നിലുണ്ട്, ചക്കര ഇവിടെ ഇരിക്കുന്നുണ്ട് കുട്ടീനെയും കൊണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാണല്ലേ. ഓക്കെ, എവിടേക്കാ പോണത്? കുട്ടി ഒന്നും പറഞ്ഞിട്ടില്ല. അതല്ലേ ഇവള് നീച്ചിന്നില്ലട്ടോ. എന്നിട്ട് ഇപ്പൊ സിറ്റ് ഔട്ട് ഇറങ്ങിട്ട് ലൈറ്റ് ഒക്കെ നിർത്തിയിട്ടാ നീച്ച്. ചുറ്റും ഇങ്ങനെ എന്താ നോക്കാണില്ലേ? അതായത് ബെഡിൽ കിടന്ന കുട്ടിയല്ലേ, ചുറ്റും നോക്കാണ് എന്താ സംഭവം, എവിടേക്കാ പോണത് കുട്ടി അറിഞ്ഞിണ്ടായില്ല. നാട്ട പാതിരൊക്കെ പോവാൻ കണ്ടപ്പോ രാവിലെ ആയി. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പോകുന്ന വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഊട്ടിയിൽ പോകാമെന്നായിരുന്നു. ഊട്ടിയിൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 150-160 കിലോമീറ്റർ ആണ്. അതേസമയം കൊടൈക്കനാലാകുമ്പോൾ ഒരു 80-60-70 കിലോമീറ്ററുടെ അധികമാവും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഊട്ടിയിൽ പിന്നെ പ്രത്യേകിച്ച് അടുത്ത് വേറെ സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാനായിട്ടൊന്നുമില്ല. അതേസമയം കൊടൈക്കനാലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ക്ലൈമറ്റ് എന്താ പാട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. പകല് 15 രാത്രിയൊക്കെ ആണെങ്കിൽ 10-12 ഡിഗ്രിയിലൊക്കെയാണ് തണുപ്പ്. അതായത് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ആവറേജ് പകല് 30, രാത്രിയൊക്കെ ഒരു 25-23 ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അത് വെച്ച് കണക്കൂട്ടി നമുക്ക് മനസ്സിലാവും എന്താണ് അവിടുത്തെ അവസ്ഥ. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഓൾറെഡി ഈ ഒരു സമയത്തൊക്കെ തണുപ്പില്ലേ ചക്കരെ? ഇപ്പോൾ രാവിലെ 5:30 മണിക്ക് തന്നെ നല്ല തണുപ്പാണ്. കാരണം നവംബർ എൻഡ് ഡിസംബർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ വിന്റർ സീസൺ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് കൊണ്ട് നല്ല ക്ലൈമറ്റ് ആണുള്ളത്. അപ്പോൾ കുട്ടിക്കൊക്കെ വേണ്ടിയിട്ടുള്ള പിന്നെ ഇടത്തോട്ട് തൊഴി പോട്ടെ. അപ്പോൾ കുട്ടിക്കുള്ള റോംബ് സെറ്റും അതേപോലെ തന്നെ പിന്നെ നമ്മളെന്താണ് സെറ്ററും നമ്മൾ വാങ്ങിയില്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങി സെറ്റ് ചെയ്തിട്ടുണ്ട്. സംഭവങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക് തണുക്കരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്ക് ഇൻഷാ അല്ലാഹ് പോയിട്ട് വരാം. ബാക്കി പോണ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ആള് വീണ്ടും ഉറങ്ങിയിരിക്കണം, ഉറങ്ങണ നേരാണ്. അപ്പോൾ ആണ് എനക്കതാ ഞാനുണ്ട്. പോട്ടെ എന്താ ട്രിപ്പാക്കിട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാട് കഴിഞ്ഞപ്പോൾ ചായടിക്ക് ഇറങ്ങിയിരിക്കാണ് കേട്ടോ. പാലക്കാട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഏകദേശം പൊള്ളാച്ചിക്ക് ഒരു 10-30 കിലോമീറ്റർ ഉണ്ടാവും. ചക്കരക്ക് ചായ വേണ്ടി വേണ്ട? വേറെ എന്താണ്ട് ജ്യൂസ് എന്തെങ്കിലും വേണോ? കട്ടൻ കുടിച്ചൊന്നോ? ഒന്നും വേണ്ടെന്നുണ്ട്. അപ്പം ഞങ്ങളതാ ഒരു ചായ കുടിക്കാനുണ്ട്. സൂര്യൻ ഉദയം എന്ത് നല്ലപോലെ കാണാം, ഉദിച്ച് വരികയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അളിയനും ഉമ്മായും 2 ഉമ്മാരും സിനുമൊക്കെ എല്ലാവരും അവിടെ ഉണ്ട്. കുടിച്ചോ, എന്തേലും കുടിച്ചോ. പിന്നെ ആൾക്കാരില്ലാതെ പിന്നല്ലാതെ എന്ത് പാർട്ടിയോ ഇലക്ഷൻ്റെ അതോ? ഇലക്ഷൻ്റെ പിന്നെ മൃഗങ്ങൾ നിൽക്കാൻ പറ്റില്ലല്ലോ, മനുഷ്യന്മാർക്കല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇലക്ഷന്. അലേഹ എവിടെ പോണേ? അതാ മുയൽ ചെവി വെക്ക്, മുയൽ ചെവി വെക്ക്. അലൻമോന് നല്ല ഉറക്കാണ് കേട്ടോ, നല്ല ഉറക്കാണ്. അതേപോലെ തന്നെ നമ്മുടെ അലാനക്കുട്ടിയും അവിടെ ഉറങ്ങാണ്. അവിടെ റമിയുണ്ട്, അവളെന്തേ ഉറങ്ങാണ്. അപ്പോൾ റെസ്റ്റ് റൂമിലൊക്കെ പോയിട്ട് വരാനുള്ളവരൊക്കെ വരും. നിനക്ക് പോണോ? റെസ്റ്റ് റൂമിൽ പോണോ? അമ്മ പോയിട്ട് അവിടെ സ്ഥലമുണ്ട്, പോണേം പിക്കോ. ചോദിച്ചോണ്ട് പേരിന് മാത്രം തന്നു, അത്രേ ഉള്ളൂ ഗെയ്സ്. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡറിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തമിഴ്നാടായിട്ടുണ്ട്. തമിഴ്നാട് എത്തിയപ്പോൾ റോഡിന്റെ വ്യത്യാസം കണ്ടോ പാപ്പ? റോഡിന്റെ 4 വരി പാതയായി, അതേപോലെ തന്നെ നല്ല അടിപൊളി ടാറിങ്ങുമായി. അത്രയും ഭാഗത്താണ് കേട്ടോ. അത്രയും ഭാഗം നമുക്ക് ഓടി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും തമിഴ്നാട് കേരള ബോർഡറിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് 73 കിലോമീറ്റർ വന്നപ്പോൾ ബോർഡറായി. വീട്ടിൽ നിന്ന് 73 കിലോമീറ്റർ വന്നപ്പോൾ നമ്മളങ്ങനെ തമിഴ്നാട് ബോർഡർ എത്തി. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ചെക്ക് പോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മളൊരു
10-11 മണിയൊക്കെ ആകുമ്പോ ഏകദേശം കൊടൈ എത്തും അല്ലേ? തോന്നുന്നു എത്തും. ഇപ്പൊ ഗോപാലപുരം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മള്. കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ട് ഈ ഒരു സ്ഥലം അല്ലേ? അവിടെ അപ്പുറത്ത് ഗോപാല അവിടെ ഇവിടെ ആയിട്ട് ഷെയർ ആയിട്ട് കിടക്കാണ്. ശരിക്കും ഗോപാലപുരമാണ് അപ്പൊ ഇതിന്റെ ബോർഡർ എന്ന് പറയണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഇതിൽ കൂടെ ഞാൻ കൊടൈക്കനാലിൽ പോണ ഇതിൽ കൂടെ ഫസ്റ്റ് ടൈമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പിന്നെ മറ്റേ വഴിയല്ലേ നമ്മൾ സാറിന് പോവല്ലേ, നമുക്ക് പാലക്കാട് വഴി പോകേണ്ടി വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതുവഴി നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഏതായാലും ഇതുവഴിയുള്ള യാത്ര നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഫുള്ള് വയലുകളും തെങ്ങ് പാടങ്ങളൊക്കെ, തെങ്ങ് തോട്ടൊക്കെയാണ് കേട്ടോ, തെങ്ങും തോപ്പുകളൊക്കെയാണ്. അടിപൊളി അടിപൊളി കാഴ്ചകളൊക്കെ അടിപൊളി. 2 സൈഡിലും തെങ്ങും തോപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. തമിഴ്നാട് എത്തിയപ്പോൾ ഫുള്ള് നോക്കി വെക്കാം കാറ്റാടിപ്പാടങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടി പോകുമ്പോൾ കൃത്യമായിട്ട് കാണാം നമുക്ക് കാറ്റാടിപ്പാടങ്ങൾ. നമ്മളെ തെങ്കാശിയിലോട്ടൊക്കെ പോകുമ്പോൾ ആ സുന്ദരപാണ്ഡ്യ ഒരു ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ കാറ്റാടിപ്പാടങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്. അതാ വലിയ ഇവിടെ കണ്ടോ, നിറഞ്ഞും കാറ്റാടി കണ്ടോ റോഡ് സൈഡിൽ നോക്കിയൊക്കെ. പതുക്കെയാണ് കറങ്ങണത്. നമ്മൾ കറണ്ട് പതിപ്പിക്കുകയാണെന്ന് എൻ്റെ ലക്ഷ്യം. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ഇന്ന് പെട്രോൾ അടിക്കാൻ കയറിയിരിക്കാൻ കേട്ടോ. ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റിങ്ങൾ നോക്കി 101 ഇതാ കാണുന്നുണ്ടോ, 101 ഇവിടുത്തെ പെട്രോൾ റേറ്റ്. അതേസമയം നമ്മുടെ നാട്ടിലാകുമ്പോൾ 107, 106 കൊടുക്കണം. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പെട്രോളും ഡീസലായാലും അത് തന്നെ ഒരു 5-6 രൂപ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് കാറ്റാടിപ്പാടങ്ങൾ തന്നെയാണ് കേട്ടോ. സോ ഇങ്ങനെ നമ്മൾ പളനി എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് പളനി കോവിൽ. ഇത് പളനിമല മുരുകൻ എന്നൊക്കെ കേട്ടില്ലേ, പളനിയിലോട്ട് ആൾക്കാർ പറഞ്ഞ കേട്ടില്ലേ, മുട്ട അടിച്ചിട്ടൊക്കെ. അപ്പോൾ അത് ആ ഒരു കോവിലാണ്. നമ്മൾ ശരിക്കും പളനി പിന്നെ എന്താണ് നമ്മുടെ സിറ്റി കൂടെ അല്ല പോണത്, പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. കണ്ടില്ലേ, ആ ഒരു മലയുടെ മുകളിൽ കാണുന്നതാണ് കണ്ടോ, ആണ് പളനി കോവിലാണ് കാണുന്നത്. മലകൾ എത്രയോ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എത്താൻ. ഓക്കെ, തൊട്ടടുത്താണ്. നമ്മൾ ആ ജംഗ്ഷൻ ടച്ച് ചെയ്യണില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ റോഡും തിരിഞ്ഞിട്ട് വേണം നമുക്ക് കൊടൈക്കനാൽ പോകാൻ. അവിടെ നിന്ന് തിരിഞ്ഞിട്ട് വേണം പോകാൻ. അതേസമയം പളനിക്ക് പോകുന്നവർക്ക് നേരെ പോകുകയും ചെയ്യാം. ഓക്കെ, പാളിയനൊക്കെ അതാ നേരെ മുന്നേ പോകുന്നുണ്ട്. ഇപ്പൊ നല്ലപോലെ കാണാം. അതാണ് പളനി. കാളവണ്ടി കണ്ടോ. അങ്ങനത്തെ കുറേ കാഴ്ചകൾ, വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം. നമ്മളൊരു യാത്ര പോകുമ്പോൾ മെയിനായിട്ട് ആ സ്ഥലത്ത് ചെന്ന് എത്തുന്നതിലുപരി നമ്മൾ പോകുന്ന വഴികളിൽ കൂടെ വ്യത്യസ്ത വെറൈറ്റി കാഴ്ചകളെ കണ്ട് നമുക്ക് ആസ്വദിച്ചു പോകും. അതാണ് നമ്മൾ യാത്ര പോകുമ്പോഴുള്ള വേറൊരു വൈബ് എന്ന് പറയുന്നത്. കാണാം. ഇപ്പൊ കാണാം, കറക്റ്റ് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ കാണാത്ത ആൾക്കാരൊക്കെ കണ്ടോളി. ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഒരാളിതാ ഇങ്ങനെ എന്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. പാലുടിച്ചില്ലേ? എന്നാലേ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ. നാസ്ത കഴിക്കട്ടെ. ഞങ്ങള് കഴിക്കണ്ടേ? എവിടേക്കാ പോണത്? കുട്ടി ആദ്യമായിട്ട് കൊടൈക്കനാലിക്ക് പോകാനാട്ടോ. എന്റെ കുട്ടി ആദ്യമായിട്ട് കൊടൈക്കനാൽ കാണാൻ പോകണം. ഇപ്പച്ചൊക്കെ എത്ര വയസ്സിലാണെന്ന് അറിയോ കൊടൈക്കനാലിലൊക്കെ പോയത്? എന്നാലും തമിഴ്നാട്ടിൽ ഒരു വരി പോയില്ലേ ചക്കരെ? തെങ്കാശിയിൽ പോയിട്ടുണ്ട് ഒരു വരി. 3-ാം മാസത്തിൽ തന്നെ തമിഴ്നാട് എത്തി. തെങ്കാശിയിലൊക്കെ നമ്മൾ പോയായിരുന്നു, സുന്ദരവാണ്ടിയടുത്തൊക്കെ നമ്മൾ പോയായിരുന്നു. അപ്പൊ അടുത്തത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ കൊടൈക്കനാലിക്ക് പോവാണ് അല്ലേ? വലുതാകുമ്പോ സ്കൂളിൽ പോകുമ്പോഴേ കുട്ടികളൊക്കെ ചോദിക്കും പിന്നെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പൊ പറയണം 5-ാം മാസത്തിൽ കൊടൈക്കനാൽ പോയി, 3-ാം മാസത്തിൽ തെങ്കാശി പോയി എന്നൊക്കെ പറയണം. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ പറയും തള്ളാണ് എന്ന് പറയും. വെറുതെ തള്ളുകയാണ് അലാന മോള് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യണം, യൂട്യൂബിൽ നമ്മുടെ വീഡിയോയിൽ ലിങ്ക് കണ്ട് അയച്ചു കൊടുക്കണം കേട്ടോ കുട്ടികൾക്ക്. കേട്ടോ, കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണ് കേട്ടോ. ഇവിടെ ഒരു കേരള ഹോട്ടലിന്റെ ഒരു ബോർഡ് കണ്ടു തോന്നല്ലേ? കേരള ഹോട്ടലാണോ അപ്പാ? ഓക്കെ, കേരള ഹോട്ടലിന് ബോർഡ് ഉണ്ട്. അപ്പൊ ഫുഡൊക്കെ തമിഴ്നാട് സൈഡ് തന്നെയാവും, പക്ഷെ പേര് മാത്രമേ ഉണ്ടാവുള്ളൂ കേരളാന്ന്. കുരങ്ങ് ചക്കരന്റെ ടീമുകളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ചക്കരെ കുരങ്ങ് അതാ ചാടി കളിക്കുന്നത്. അതാ
അല്ല ഫുഡ് കഴിക്കാൻ കയറിയിരിക്കാണ് കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് ഞാൻ മസാല ദോശ പറഞ്ഞു. നിങ്ങളെന്താ പറഞ്ഞു? പൂരി, ഉമ്മാക്ക് പ്ലെയിൻ റോസ്റ്റ്, അവർക്കും പ്ലെയിൻ റോസ്റ്റ്. ഉമ്മ നോക്കണം എന്താ പെട്ടെന്ന് നീളണം. അത് മടക്കി വെച്ചു കൊടുക്കും ചക്കരെ. രണ്ട് മടക്കി പോയി സാധനം എൻ്റെ തിരിച്ചോ. ആ ആ ആ ഇത് ഗീ റോസ്റ്റ് ആണല്ലേ. ഇതൊക്കെ പ്ലെയിൻ റോസ്റ്റ് ആണ്. കഴിച്ചോളി കഴിച്ചോളി കഴിച്ചോളി. ഇത് പ്ലെയിൻ റോസ്റ്റ് ആവോ? എന്തിനാപ്പാ? വാപ്പാപ്പ 55 വയസ്സിലാണ് കൊടൈക്കനാൽ കാണുന്നത്. വാപ്പായ വാപ്പ ഇതിൽ വന്നിട്ടില്ല? കൊടൈക്കനാൽ ഊട്ടി വന്നിട്ടുണ്ട്. ആ അപ്പൊ വാപ്പായും ലനമോളും ഉമ്മായും ഫസ്റ്റ് ടൈം ആണല്ലേ? ഉമ്മായി ഫസ്റ്റ് ടൈം ആണ്. നമ്മള് പിന്നെ ഇടക്കിടക്ക് വന്നിട്ടുണ്ട് അല്ലേ റമി? ചെക്കന്മാരൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ ഇങ്ങനെ വരലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. 6 മാസത്തിൽ ഇപ്പൊ കൊടൈക്കനാൽ കാണേ. കൊടൈക്കനാൽ കാണാണ്. ചെറിയ കള്ളി പെണ്ണ് ബാലഹ എവിടെ എന്താണ്? എവിടൊക്കെ പോണ്? എവിടൊക്കെ പോണ്? ചെരുപ്പിട്ടോ ചെരുപ്പിട്ടോ. അതിനകത്ത് മണ്ണുണ്ടെങ്കിൽ എടുത്തോ. ചെരുപ്പിട്ടോ. ഇവിടത്തെ റമിയും അലേഹായും കൂടി ഊഞ്ഞാലാടാണ്. പിടിച്ചോ പിടിച്ചോ അവളെ പിടിച്ചോ. ചാടും. പിടിച്ചോ. മാവാണ് ഇവിടെ ഇഷ്ടംപോലെ. മാവും പുളിയൊക്കെ ഉണ്ട്. നമ്മുടെ വന്ന വഴിയൊക്കെ ഒരുപാട് മാവും പുളിയൊക്കെ ഉണ്ട്. നോക്കാം അതൊക്കെ പുളിയാണ് നിൽക്കുന്നത്. നിറച്ചൊരു പുളിയുണ്ട് കേട്ടോ. നിറച്ച് പുളിയുണ്ട്. ഒരു കിളിക്കൂടും ഉണ്ട് മുകളിൽ. അങ്ങനെ നമ്മൾ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കൊടൈക്കനാൽ നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ താഴത്തുനിന്നാണ് നമ്മൾ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 33 ഹെയർ പിൻ ഉണ്ട്. അതിൽ 6ാമത്തെ ഹെയർ പിന്നാണ് നമ്മളിപ്പോൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇനിയും പിന്നെ 10-27ഓളം ഹെയർ പിന്നുകൾ നമ്മൾ താണ്ടിയിട്ടാണ് ഏറ്റവും മുകളിലെത്താൻ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ താഴോട്ട് നോക്കിയാൽ ആ ഒരു വ്യൂ മനസ്സിലാവും എത്രത്തോളം നമ്മൾ ഉയരത്തിൽ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ 33 ഹെയർ പിന്നോട് കയറുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തും നമ്മൾ. അപ്പോൾ ഇപ്പം തന്നെ ഓൾറെഡി ചെറിയൊരു തണുപ്പുണ്ട്. പക്ഷേ മുകളിലെത്തുമ്പോൾ അപ്പോൾ 16ഉം 15ഒക്കെയാണ് കേട്ടോ പകൽ സമയത്തുള്ള തണുപ്പ്. രാത്രി ആകുമ്പോൾ 10ഉം 11ഒക്കെ ആയിട്ടാണ് മാറുന്നത്. ഓക്കെ അപ്പോൾ ഏതായാലും സമയം ഇപ്പോൾ 10:50 ഒരു 12 മണിക്കുള്ളിലൊക്കെ നമ്മൾ എത്തുമെന്ന് വിചാരിക്കണം. കാരണം ഇന്നൊക്കെ നമ്മൾ ഈ പാസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി പിന്നെ പമ്പിൽ കയറി ഫുഡ് കഴിക്കാൻ ഇറങ്ങി അങ്ങനെ കുറച്ച് ടൈം എന്തായാലും പോകുമല്ലോ. അപ്പോൾ നമ്മളൊരു 12 മണിയൊക്കെ എത്തുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ അപ്പോൾ അളിയനും ഇവരൊക്കെ മുന്നേ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം കൊടൈക്കനാലിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ കൂടിയല്ലോ കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഇതേ ഇവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം. ക്ലൈമറ്റ് എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗീസ് സമയം ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട്. ഇപ്പോഴും നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ്. ഇപ്പോഴും 17ഉം 18ഒക്കെയാണ് ഇവിടുത്തെ തണുപ്പെന്ന് പറയുന്നത്. നമ്മുടെ വാട്ടർഫാൾസ് ഉണ്ട് ഇവിടെ. അങ്ങനെ മൈറമീസും ഫോട്ടോ എടുക്കാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിന് മുന്നിൽ നിൽക്കാൻ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫ്രെയിമാണ് അവിടെ. കണ്ടില്ലേ? അടിപൊളി ഫ്രെയിമാണ്. ഫോട്ടോ എടുത്ത് വരി. ഇവിടുത്തെ ക്യാമറയിലൊക്കെ ഇതേപോലെ ഫോട്ടോ എടുത്തൊക്കെ കൊടുക്കും. ഇതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. 500, 300, 400 പല റേറ്റിന് എടുത്തു കൊടുക്കും. പിന്നെ ഇതിൽ കൂടെ അതേ സ്റ്റാളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്സും സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ട്. ഓക്കെ ഫോട്ടോ എടുക്കും. ഇവിടെ ഫോട്ടോ എടുക്കും. വായോ മുളക്ക് പോവാം. മുളക്ക് പോവാം. മുകളിലോട്ട് പോവാം നമുക്ക് ഇനി. അങ്ങനെ നമ്മൾ റൂം എടുക്കാൻ വന്നിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന റൂം. അപ്പോൾ ഇവിടെ മുകളിലും താഴെ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് റൂമുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അവിടെ ഫ്ലോറിൽ ഇപ്പോൾ നമ്മൾ റൂമിൽ പോയി ഫ്ലോറിൽ രക്ഷയില്ലാത്ത തണുപ്പാണ് അല്ലേ പാപ്പ? അതായത് റൂമിൻ്റെ ടൈൽസിൽ നല്ല തണുപ്പാണ്. ഉമ്മയും 2 ഉമ്മമാരും സിനുവും ചക്കരയൊക്കെ അവിടെ കുടുങ്ങിയിട്ടിരിക്കുകയാണ്. തണുപ്പ് കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഫ്ലോർ നല്ല തണുപ്പുണ്ട്. കാരണം നമ്മളിപ്പോൾ വരാൻ നേരത്തെ അവിടെ എല്ലാം ക്ലീനൊക്കെ ആക്കി ആ ഒരു തണുപ്പും കൂടി ഉണ്ടായിരുന്നു. പോരാത്തതിന് ഓൾറെഡി ഇവിടുത്തെ ക്ലൈമറ്റ് തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. അല്ല ഇത് ഇത് ഞാൻ എടുത്തോണ്ട് വരാം പാപ്പ. ഇത് ഞാൻ എടുത്തോണ്ട് അത് ഇത് ഞാൻ എടുത്തോണ്ട് വരാം. അത് ഞാൻ എടുത്തോളാം. ഓക്കെ. അതാരെ കിടക്കണത്? ഊട്ടിക്കുട്ടിയാണോ? ഊട്ടിക്കുട്ടി ഒക്കെ പിങ്കായല്ലോ റബ്ബേപ്പത്. ഷീറ്റ് പിങ്ക്, സെറ്റർ പിങ്ക്, ഫോണ് പിങ്ക്, ഒക്കെ പിങ്കായി. അല്ലാതെ ഷൂസ് ഇട്ടോ ചക്കരെ?
ഷൂസ് അല്ല സോക്സ്. ആ സോക്സ് ഇട്ടൂല്ലേ? ആ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ച. അതാ എവിടെ നമ്മള് വന്നത്? നമ്മളെവിടെ വന്നത്? കൊടൈക്കനാലിൽ വന്നിക്കാണോ? കൊടൈക്കനാലിൽ വന്നിക്കാണോ? തണുക്കനുണ്ടോ? അതിന് പറയാൻ അറിയില്ലല്ലോ, തണുക്കനുണ്ടാവും കേസ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്നലെ വാങ്ങിയ സാധനങ്ങളാണ് കേട്ടോ. റൂംബറും സെറ്ററും ഒക്കെ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വന്നു. ഒക്കെ സെറ്റ് ചെയ്യാണ്. അപ്പൊ അതേ കുട്ടിക്ക് ഡയപ്പറൊക്കെ മാറ്റി ക്ലീനൊക്കെ ആക്കിയതിനു ശേഷം കുട്ടീനെ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ റൂം വന്നിട്ട്. ഇവിടെ റൂമുണ്ട്, ഇതേപോലെ തന്നെ അപ്പുറത്തെ റൂമുണ്ട്. അതാണ് ഹോള്. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ. ഏറ്റവും ടോപ്പിലത്തെ പിന്നെ ഫ്ലോർ ആയതുകൊണ്ട് അത്യാവശ്യം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഭാഗത്തൊക്കെ കോട ഇറങ്ങാനുണ്ട്. നോക്കിയൊക്കെ അതായത് നമ്മളെ ഈ റൂമിൻ്റെ ചുറ്റളവിൽ തന്നെയാണ് ഒരുവിധം നമുക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ വന്നിട്ട്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. സൂപ്പർ. ഇതിപ്പോൾ വേറെ രസമുണ്ട്. ഞാൻ ആദ്യം കരുതി പിന്നെ വാപ്പയാണ് ആദ്യം വരണമെന്ന്, പിന്നെ കരുതി വാപ്പായും ഉമ്മയും ആദ്യമായിട്ട് കൊടൈക്കനാലിലേക്ക് വരണമെന്ന്. അപ്പോൾ അടുത്തൊരാൾ കൂടി കൂട്ടിനുണ്ട്. ചക്കര ഏതായിട്ടാണ് വരണത്? ഊട്ടിക്കാണ് പോണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവര് മൂന്നുപേരും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. അല്ലേ? നിങ്ങൾ മൂന്ന് ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ തണുപ്പ്? അതായത് ക്ലൈമറ്റ് ചുറ്റുപാടുള്ള തണുപ്പൊന്നും ആയിട്ടില്ല. കാരണം രാത്രി ആയാലേ കറക്റ്റ് തണുപ്പ് അറിയത്തുള്ളൂ. പക്ഷെ നിലത്ത് ചവിട്ടുമ്പോൾ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. കുഴപ്പമില്ല. വൈകുന്നേരം നമുക്ക് തീയൊക്കെ കൂട്ടി തീയൊക്കെ കത്തിക്കാം. ഇവിടെ ഒരാൾ ഇതാ കാര്യമായിട്ട് കളിക്കുന്നുണ്ട്. എന്താ പരിപാടി ഇവിടെ? ആടോ ഓക്കെ. അപ്പോൾ നമ്മുടെ സുന്ദരി ഏതാ ചക്കരന്റെ കൈ ഇരിക്കുന്നുണ്ട്. ഫുള്ള് കുപ്പായൊക്കെ ഇട്ട് ഒരു തൊപ്പിയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയി കേട്ടോ ലെനമോളെ. ഇപ്പൊ കംപ്ലീറ്റ് ആയി. നമ്മളെ ലെനമോളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് എന്നൊന്ന് പറയും കേട്ടോ. അത് അവൾക്ക് കുത്തനുണ്ടോ? ഇല്ലല്ലോ. ലെനമോളുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് പറയും. ഉറക്കിക്കോ ഉറക്കാൻ വരണം.